ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. ഫുൾ പാക്ഡ് ഡേ. രാവിലെ എഴുന്നേറ്റ പാട് തന്നെ ഞാൻ അതിനുള്ള ഒരു പോക്കിലാണ്. നേരെ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് അവനോടൊപ്പം മറ്റൊരു സുഹൃത്തിന്റെ അടുത്തേക്ക്. അവിടെ നിന്ന് 2 പേരെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 5 പേര് ഒരു നീണ്ട യാത്രയിലാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ മീറ്റിംഗ് ദിവസമാണ്. കാരണം ഇന്നത്തോടെ ഞങ്ങൾ പലരും പല വഴിക്ക് പിരിയുകയാണ്. ഇത് ഏത് സിനിമയുടെ കഥയാണെന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ ഇതെന്റെ റിയൽ ലൈഫാണ്. ലൈഫിൽ ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് പല സ്ഥലങ്ങളിലാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്തത്ര ദൂരത്ത്. അവര് വിചാരിച്ചാൽ മാത്രമേ ഇനി എനിക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ആക്കണമെന്ന് അവരുടെ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം വയനാടാണ്. വയനാടിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾ ഞാനാണെന്നാണ് കൂട്ടുകാരുടെ ഇടയിലുള്ള ഗോസിപ്പ്. പക്ഷെ അവർക്ക് ഒറ്റ നിബന്ധന ഉണ്ടായിരുന്നുള്ളൂ. സംഗതി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. എന്നാ പിന്നെ ഒന്ന് ലോക്കലാക്കാന്ന് ഞാനും തീരുമാനിച്ചു. ഒറ്റ കാറിൽ ഞങ്ങൾ 5 പേരും ഒരു വൺ ഡേ ട്രിപ്പ്. സ്റ്റേയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫുൾ കറക്കം, എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തുക. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ടാണ് വയനാട് സെലക്ട് ചെയ്തത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എനിക്കറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ അവരെ കൊണ്ടുപോയി. വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഈ ഡാം പോലുള്ള ടൂറിസ്റ്റ് മേഖലകൾ. അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളായിരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ നിബന്ധന. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കുറച്ച് പ്രൈവറ്റ് സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോയത്. വയനാട്ടിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറ്റ്യാടി വഴിയാണ് തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹം. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് തന്നെ ബാക്കി യാത്ര തുടരാമെന്നായി. എല്ലാവരും ഓരോ ചായ ഓർഡർ ചെയ്തപ്പോൾ ഒരു ഡിഫറൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കോഫി ഓർഡർ ചെയ്തു. പക്ഷെ വിത്തൗട്ട് ആയത് കാരണം അവന്മാരെല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പോലും എനിക്കൊരു തുള്ളി ഇറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ചായ കുടിച്ചുകൊണ്ട് കുറ്റ്യാടി വഴി ഞങ്ങൾ കോഴിക്കോടേക്ക് തിരിച്ചു. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തിയെ നാട്ടിൽ കൊണ്ടാക്കുമ്പോഴേക്കും ഇരുടായിരുന്നു. അവളുടെ നാട്ടിലെ ഉത്സവ പറമ്പ് നിന്ന് ഒരു ഓംലേറ്റ് ഒക്കെ അടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ പിരിയുന്നത്. അവളുടെ കല്യാണമാണ് അടുത്ത മാസം. അതിന് ഈ കൂട്ടത്തില് 4 പേരും ഉണ്ടാവില്ല. ഒരുത്തി ഈ ആഴ്ച ദുബായിക്ക് തിരിച്ചു പോകും. മറ്റു 2 എണ്ണങ്ങള് അടുത്ത മാസത്തിന്റെ തുടക്കത്തിലും പോകും. പിന്നെ ആകെ ഉള്ളത് ഈ ഉള്ള ഞാനാണ്. ബാംഗ്ലൂർ നടക്കുന്ന കല്യാണത്തിന് ഈ പാവപ്പെട്ട ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഞങ്ങളുടെ അവസാനത്തെ മീറ്റപ്പ് ആണെന്ന്. ഇനി ഇവന്മാരൊക്കെ ഒരുമിച്ചപ്പോ കൂടുന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒടുവിൽ ആ സങ്കടത്തിൽ നേരെ വീട്ടിലേക്ക്.